ഇന്ന് നമ്മളുടെ കിച്ചൺ ഒരു ഫുൾ ചോക്ലേറ്റ് സ്മെല്ലാണ് കേട്ടോ. കാരണം ഇന്ന് നമുക്ക് കുറച്ചധികം ബ്രൗണീസ് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. എല്ലാം ന്യൂട്ടെല്ല ഫ്ലേവറിൽ വരുന്ന ബ്രൗണീസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഹേസൽനട്ടും ന്യൂട്ടെല്ലയും എല്ലാം ആഡ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ചിട്ട് നമ്മളുടെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്ന ഒന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ആയിരുന്നു. അതുപോലെ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ 1/2 kg ഫ്ലേവറിൽ വരുന്ന കേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കൂടെ ഒരു ഫ്ലവർ ബൊക്കയും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഫ്ലവർ ബൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ബ്രൗണീസും ബേക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ബ്രൗണീസ് നമുക്ക് കുറച്ച് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് ഈ ഒരു നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ടിന്നില്ലേ അതിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അതൊക്കെ നല്ല ക്ലിങ് റാപ്പൊക്കെ ചെയ്ത് സേഫായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുൾ സെറ്റായിട്ട് മാത്രമല്ല ഇതുപോലെ ചെറിയ ചെറിയ സൈസിലും ബ്രൗണീസ് കൊടുക്കലുണ്ട്. അപ്പം ഇത് 250 ഗ്രാമിൽ വരുന്ന ബ്രൗണിയുടെ ബോക്സാണ്. ന്യൂട്ടെല്ല ഹേസൽനട്ട് ഫ്ലേവർ എന്നാ വരുന്നത്. അപ്പം അത് നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓരോന്നും സെറ്റ് ചെയ്തിട്ട് പാക്കാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 2 ഫുൾ സെറ്റായിട്ടുള്ള ബ്രൗണിയുടെ ഓർഡർ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് കസ്റ്റമർ പറഞ്ഞ പോലെ ചോക്ലേറ്റ്സും ഒറിയോ ബിസ്ക്കറ്റും ഹേസൽനട്ടും നട്ടീസിൻ്റെ ചോക്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ബ്രൗണിയും അതുപോലെ കസ്റ്റമർ പറഞ്ഞതുപോലെ തന്നെ ആക്കിയിട്ട് അതൊന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് രണ്ടാമത്തെ ബ്രൗണിയുടെ ലുക്ക് വരുന്നത്. അപ്പം ബ്രൗണീസിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അത് കറക്റ്റ് പാക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 2 ലഞ്ച് ബോക്സ് സൈസ് കേക്കും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ദിവസത്തെ ഓർഡർ കംപ്ലീറ്റ് ആക്കിയായിരുന്നു കേട്ടോ.